പാലോടുണ്ട്. നോബിളിലേക്ക് പോയാൽ നോബിൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണോ ഇപ്പോൾ CJP-ക്കാർ? കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ ഈ സമരം അവസാനിപ്പിക്കില്ല എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ജനതാ പാർട്ടി അറിയിച്ചിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. വനിതാ പോലീസ് അടക്കം സമരവേദിയിലേക്ക്, സമരം നടക്കുന്ന ജന്തർ മന്ദിറിന് അകത്തേക്ക് എത്തിയിരിക്കുന്നു. പ്രവർത്തകരോട് ഒഴിഞ്ഞു പോകാൻ ഒരു വട്ടം ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അനൗൺസ്മെന്റ് അടക്കം നടക്കുകയും ചെയ്യുന്നത്. 5 മണി വരെ മാത്രമാണ് അനുമതിയുള്ളത്. 5 മണിക്ക് ശേഷം പ്രതിഷേധിക്കാൻ ആരും ഇവർ നിൽക്കരുത്. പ്രത്യേകിച്ച് സുപ്രീം കോടതിയുടെ ഉത്തരവ് അടക്കം ഉണ്ട്. ആ പശ്ചാത്തലത്തിൽ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകരുത് എന്നാണ് ഇതിൽ ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. പ്രതിഷേധക്കാർ എന്താണെങ്കിലും 5 മണി കഴിഞ്ഞിട്ടും ഇപ്പോൾ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. अभी पुलिस बोलता है 5 बजे तक है सिर्फ परमिशन. क्या बोलना चाहता है सर? देखिए, हमने ना यहाँ पर प्रोटेस्ट इस्तीफा के लिए किया था. अभी तक उन्होंने अपना इस्तीफा नहीं है, तो हमारा प्रोटेस्ट अभी भी जारी रहेगा. यू वांट इन हिंदी और इंग्लिश? तो हिंदी में ये है, सीधी बात है, हम ये मांग कर रहे हैं कि धर्मेंद्र प्रधान इस्तीफा दें. और हम तो ये अपील करते हैं कि आप यहाँ पे छात्र युवा कोई गुनाह नहीं कर रहे, कोई गलत नहीं कर रहे. स्टूडेंट्स आर हियर to sit and students are here demanding the resignation, and if Pradhan is not resigning, PM Modi must sack him, and that's what our demands. And we are saying that we are not doing anything wrong. It's a peaceful protest. Let this protest happen. What's wrong with it? ഇതിലുള്ള ഒരു സമാധാനപരമായ പ്രതിഷേധമാണ്. അതുകൊണ്ട് തങ്ങൾ ഇവിടെ തന്നെ ഇരിക്കും. കേന്ദ്രമന്ത്രി രാജിവെക്കണം എന്നാണ് ഇവരുടെ ആവശ്യം. എന്താണെങ്കിലും വിദ്യാർത്ഥികൾ, ഇപ്പോൾ നമുക്ക് ദിശയിൽ കാണാൻ കഴിയും, പോലീസിന്റെ വലിയ മൂവ്മെന്റ് ഉണ്ട്. പോലീസ് എന്താണെങ്കിലും ആളുകളെയൊക്കെ ഒരു പക്ഷേ ഇവിടെ ഒഴിപ്പിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ പോലീസ് സന്നാഹം എത്തുന്നുണ്ട്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വിദ്യാർത്ഥികളോട് എഴുന്നേറ്റ് പോകാൻ ഇപ്പോൾ എന്തായാലും നിർദ്ദേശം നൽകി തുടങ്ങി. വിദ്യാർത്ഥികളോട് പോകണം എന്നാണ് ഇപ്പോൾ നിർദ്ദേശം. ഉന്നത ഉദ്യോഗസ്ഥർ അടക്കം എത്തിക്കൊണ്ടാണ് കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്യുന്നത്. പാലോടിലേക്ക് കൂടി പോവുകയാണ്. അതിൽ അവിടെ പോലീസുമായി വാക്കുതർക്കമുണ്ടോ? CJP പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല, അവിടെ തമ്പടിച്ചു നിൽക്കുകയാണല്ലോ. എന്താണ് പോലീസിന്റെ നീക്കങ്ങൾ? ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, പോലീസുകാർ വിസിലടിച്ച് ഇവിടെ നിന്ന് പോകാൻ പറയുകയാണ്. വിസിലടിച്ചത് പോലീസിന്റെ ഒരു പരേഡ് എന്ന രൂപത്തിൽ തന്നെ, കുറച്ചൊരു ബാക്കിലോട്ട് പോയാൽ പരേഡ് എന്ന രൂപത്തിൽ തന്നെ ഇത് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ ഇപ്പോൾ വിദ്യാർത്ഥികളോട്, യുവാക്കളോട്, CJP പ്രവർത്തകരോട് ഒഴിഞ്ഞു പോകാനുള്ള നിർദ്ദേശമാണ്. ഒരു ഭാഗത്ത് നിന്ന് എത്തിയിരിക്കുകയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ എന്നുള്ളതാണ്. ഇത്രയും, അതായത് സാധാരണയിൽ കൂടുതൽ പോലീസ് വിന്യാസം നേരത്തെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സാധ്യത ഒരുപക്ഷെ രാത്രിയും തുടരാൻ CJPയുടെ നേതാക്കൾ ശ്രമിക്കുമെന്ന സാധ്യത റിപ്പോർട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ കൂടുതൽ പോലീസുകാർ നേരത്തെ തന്നെ എത്തിയത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ സംഘർഷത്തിലേക്ക് പോകാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്താണ് ഇത്രയും പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടേക്ക് വിന്യസിച്ചിരിക്കുന്നത്. മുതിർന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. പ്രവർത്തകരോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒരു വശത്താകട്ടെ നമുക്ക് വേദിയിലേക്ക് പോയാൽ വേദിയിൽ കാണുന്നത് അഭിജിത് ദീപ്ക അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വേദിയിൽ ഇപ്പോൾ ഇരുന്ന് പ്രതിഷേധിക്കുന്നു. അവർ മാറുന്നില്ല എന്നുള്ളതാണ്. അവരിപ്പോഴും മാറുന്നില്ല, വേദിയിൽ തന്നെ അവരുണ്ട്. അതേസമയം സദസ്സിലുള്ള ഈ ഭാഗത്തുള്ള ജന്തർ മന്ദറിനുള്ളിലെ പ്രവർത്തകരെ ഒഴിഞ്ഞു പോകാനുള്ള നിർദ്ദേശം പോലീസ് തള്ളുന്നു. പോലീസ് പരേഡ് പോലെ മാർച്ച് ചെയ്ത് പോകുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഒരു വശത്ത് ഇപ്പോൾ അവർ നിൽക്കുന്നു. നൂറുകണക്കിന് ദില്ലി പോലീസിലെ പല സേനയിൽ നിന്നുള്ള ആളുകളാണ്, പല വിഭാഗത്തിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ജന്തർ മന്ദറിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മൾ കാണുന്നത്. ഏതായാലും ഒരുപക്ഷെ ഇവർ ഒഴിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഒരു സംഘർഷത്തിലേക്ക്, ഉന്തും തള്ളിലേക്കൊക്കെ കാര്യങ്ങൾ പോകും എന്നാണ് ഇപ്പോൾ നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. 5 മണി വരെ മാത്രമേ അനുമതി ദില്ലി പോലീസ് CJPയുടെ പ്രതിഷേധത്തിന് ഇവിടെ നൽകിയിട്ടുള്ളൂ. സാധാരണഗതിയിൽ എല്ലാ പ്രതിഷേധങ്ങൾക്കും 5 മണി വരെ അനുമതിയുള്ളൂ. സുപ്രീം കോടതിയുടെ ഉത്തരവ് ഇക്കാര്യത്തിലുള്ളതാണ്. അതിനുശേഷം ഇവിടെ നിന്നും സമരങ്ങൾ ഒഴിപ്പിക്കണം എന്നുള്ളതാണ് നിർദ്ദേശം. ഏതായാലും പോലീസുകാരെത്തിക്കഴിഞ്ഞു. ഇനി എന്താകും ഇവിടെ സംഭവിക്കുക എന്നുള്ളതാണ് അറിയേണ്ടത്. മുൻപൊക്കെ സാധാരണഗതിയിൽ 5 മണിയാകുമ്പോഴേക്ക് ഇവർ വിസിലടിക്കുന്നു, പിന്നീട് ആളുകളെ ഒഴിപ്പിച്ച് ഒരു ഗേറ്റിലൂടെ പുറത്തേക്ക് വിടുന്നതാണ് സാധാരണഗതിയിൽ ചെയ്തു വരുന്നത്. പക്ഷേ പോകാൻ ഇവരാരും കൂട്ടാക്കുന്നില്ല വിദ്യാർത്ഥികൾ എന്നതാണ് നമ്മൾ ഒരു ഭാഗത്ത് കാണുന്നത്. ഇവിടെ ഈ രൂപത്തിൽ പോലീസുകാരാണെങ്കിൽ മറുഭാഗത്ത്, അപ്പുറം ഭാഗത്തേക്ക്, ഓപ്പോസിറ്റ് സൈഡിലേക്ക് ക്യാമറ പോയാൽ അവിടെ കാണുന്നത് വിദ്യാർത്ഥികളുടെ കൂട്ടമാണ്. വിദ്യാർത്ഥികളുടെ വലിയ സംഘം വിദ്യാർത്ഥികൾ അവിടെ കൂട്ടം കൂടി നിൽക്കുകയാണ്. ഒരു കാരണവശാലും പിരിഞ്ഞു പോകില്ല എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഒപ്പം യുവാക്കൾ, പ്രവർത്തകർ പറയുന്നത്, CJPയുടെ അനുയായികൾ പറയുന്നത് അവർക്ക് രാത്രി കൂടി സമരം നടത്താനുള്ള അനുവാദം വേണം എന്ന ആവശ്യമാണ് പൊതുവിൽ ഉന്നയിക്കപ്പെടുന്നത്. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പോലീസിൻ്റെ
വിവിധ സേനാ വിഭാഗങ്ങൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നു. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ കൂട്ടത്തെ നമുക്ക് കാണാം. ഒരു ഭാഗത്ത് നൂറുകണക്കിന് പേർ ഇപ്പോഴും ഈ ജന്തർ മന്ദറിനുള്ളിലുണ്ട്. പാത്രങ്ങളുമായൊക്കെ എത്തിയവരാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. പാത്രങ്ങൾ കൊട്ടി പ്രതിഷേധിച്ചുകൊണ്ടിരുന്നവർ ഇപ്പോൾ പോലീസ് ഇവിടെ നിന്നും എത്രയും വേഗം പോകണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോലീസുകാരെ നിക്കൽ इसलिए पुलिस बोल रहे हैं आप अब खाली कर देना चाहिए, जाना चाहिए, हम जा ही रहे जा रहे हैं हाँ जाना चाहिए। हम बताएंगे यार, हम तेरी ഏതായാലും ഈ യുവാക്കളൊക്കെ ഇവിടെ തന്നെ തുടരും എന്ന് പറയുന്നവരുണ്ട്, പോകാൻ ഒരുങ്ങുന്നവരുണ്ട്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇവരെ ഒഴിപ്പിച്ച് തീരും. സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ 14 കുട്ടികളാണ് ഇതുവരെ മരിച്ചത്. 14 സ്റ്റുഡൻസ് ഡെഡ്, 0 റെസിഗ്നേഷൻ. ഒരാളും ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല. ഈ കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ നീറ്റ് പരീക്ഷാർത്ഥികളുടെ ചിത്രമൊട്ടിച്ച പോസ്റ്ററുകൾ പലയിടത്തും ഉയർത്തിക്കാട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും പ്രതിഷേധം തുടരുന്നു. ഇപ്പോഴും പാട്ടുപാടിയും പാത്രം കൊട്ടിയും ഒക്കെ പ്രതിഷേധിക്കുകയാണ്. ഉടൻ തന്നെ പോലീസ് ഒരു ആക്ഷനിലേക്ക് നീങ്ങും എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് പിറകിലേക്ക് പോയാൽ ആശങ്ക. ഒരു പോലീസ് ആക്ഷനിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണോ? വലിയ രീതിയിൽ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്.